എൻ്റെ റിംഗ് ലൈറ്റ് കിടക്കായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സമയം ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്, എനിക്ക് വർക്ക് ഉണ്ട്. അപ്പം രാവിലെ തന്നെ എണീറ്റു. എനിക്ക് വർക്ക് വരുന്നത് ചാവക്കാടാണ്, ഞാൻ കാലിക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതും അവിടെ വർക്കിന് പോകുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ആദ്യം ചായ കുടിക്കട്ടെ. അപ്പുറത്ത് റൂമിൽ കിടക്കുന്നുണ്ട്, അതാണ് കേട്ടോ ഞാൻ മെല്ലെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. അങ്ങോട്ട് വാ, തള്ളിയിടല്ലേ. നമ്മുടെ ബാഗാണ്, റിംഗ് ലൈറ്റ്, ട്രൈപോഡ് ഇടമ്മൻ്റെ ഒക്കെ എടുത്തു വെക്ക്, ഇപ്പോൾ പോണ്ടേ. ഇന്ന് എനിക്ക് വർക്ക് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ കുട്ടി കുറച്ച് മുന്നേ എന്നെ വിളിച്ച് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ചായയൊക്കെ കുടിച്ച് ഒന്ന് മേല് കഴുകാൻ വേണ്ടി ബാത്റൂം പോയപ്പോഴേക്കും എൻ്റെ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ അവനവിടെ വീട്ടിൽ വെച്ചിട്ടാട്ടോ പോവല്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദൂരമുള്ളതല്ലേ, കുറച്ചധികം ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അവനെയും കൂട്ടിയിട്ട് പോവേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം നേരമൊന്നും അവൻ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്തൊന്നും നിൽക്കില്ല. അതുകൊണ്ട് മോനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ രാവിലെ പോകുന്നതിനോണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു പേടി ഉണ്ടായിരുന്നു അവന് വയ്യാതെ ആവുമോ എന്നുള്ളത്. കാരണം 2 ദിവസം മുന്നെയാണ് അവന് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ആൾ ഭയങ്കര കോപ്പറേറ്റീവാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബൈക്കിലൊക്കെ പോകാനും കറങ്ങി നടക്കാനൊക്കെ. അതുകൊണ്ട് അങ്ങനെ കരച്ചിലോ ബഹളോ ഒന്നും ഉണ്ടാക്കൂല, അടങ്ങിയിരുന്നോളും. അയ്യോ വീണ്, എന്താ അഭിനയ ധ്രുവ. എന്താണ്? അയ്യോ ധ്രുവക്കുട്ട വീണോ? അയ്യോ വീണ്, നിലത്ത് വീണ്. മതിട്ടോ, മതി നിലത്ത് കിടന്ന്. എനിക്ക് നീ വീഴല്ലേ കേട്ടോ പോയിട്ട്. അയ്യോ വീണ് ധ്രുവക്കുട്ട വീണേ. പാവ ഡ്രസ്സിലൊക്കെ ചളിയാക്കൂ. സൂര്യൻ ഉദിച്ചു. ഇപ്പൊ സമയം എത്രയായി? ഇപ്പോൾ 7 മണിയാവാനായി, 6:54 ഇപ്പോൾ സമയം. വണ്ടി പോകുമ്പോഴൊന്നും ഞാൻ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പ്രത്യേകിച്ച് മോർണിംഗ് കൊണ്ട് പോകുമ്പോൾ തീരെ എൻ്റെ കയ്യിൽ ഫോൺ വെക്കില്ല, കാരണം എനിക്ക് പേടിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ടൊക്കെ ആട്ടോ പോകുന്നത്. കാരണം കുറച്ചധികം ദൂരം ഉണ്ടല്ലോ, കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് കുറച്ചധികം ദൂരം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബൈക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഞങ്ങളൊന്ന് കുറച്ച് നേരം നിന്ന് ഒന്ന് നടുവൊക്കെ ഒന്ന് നിവർത്തിയിട്ടൊക്കെ ആട്ടോ പിന്നെ ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മോനെയും പിടിച്ച് ബാക്കിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. പൊറോട്ട ധ്രുവയ്ക്ക് എന്താ വേണ്ടത്? ഒരു വെള്ളയപ്പം വാങ്ങല്ലേ. ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അത്ര രാവിലെ. അതുകൊണ്ട് ഞങ്ങൾ ചാവക്കാട് എത്താനാകുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വർക്ക് വരുന്നത് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്രയും നേരം വിശന്നിരിക്കാനും പറ്റില്ല, മോനെയും കൂട്ടി പോകുന്നല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ട്, ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ. പിന്നെ അടുത്തൊന്നും വേറെ നല്ല ഹോട്ടലുകളൊന്നുമില്ല. അതുകൊണ്ട് ആകെയുള്ളൊരു ഹോട്ടലിൽ, ആ ഒരു സമയത്ത് ഓപ്പൺ ആയിട്ടുള്ളൊരു ഹോട്ടലിൽ വെള്ളയപ്പം, പൊറോട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ വെള്ളയപ്പം ഒന്നും എനിക്ക് അങ്ങനെ രാവിലെ തന്നെ കഴിക്കാൻ പറ്റില്ല, ഞാൻ വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് പൊറോട്ടയും ബീഫും ഒക്കെ ആട്ടോ വാങ്ങി. അത് ബീഫൊന്നും രാവിലെ തന്നെ കഴിക്കാൻ പറ്റുമോ, വയറ് പ്രശ്നമാകുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ വേറെ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ നല്ല ചായയൊക്കെ കുടിച്ചു. പിന്നെ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ, ഒറ്റ പൊറോട്ടയെ വാങ്ങിയിട്ടുള്ളൂ. അതന്നെ കഴിക്കാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല അത്ര നേരത്തെ ഒന്നും. ഞങ്ങൾ 8 മണിക്ക് ആയപ്പോഴേക്കും തൃശ്ശൂരെത്തി. പിന്നെ വേഗം ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ.
മോൻ അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനുള്ള ഫുഡ് ഞങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പഴം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കട്ടെ, ഒരു ലെൻസ് വെക്കാൻ പറ്റൊരു പാട് കരഞ്ഞു കിട്ടി. കരയണ്ട. അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വർക്കായിരുന്നു. കാരണം നല്ല കമ്പനിയാണ്. ഈ കുട്ടീൻ്റെ പേര് ഫെമിന എന്നാണ് കേട്ടോ. ഫെമിനയും ഫെമിനേൻ്റെ സിസ്റ്ററും നല്ല കമ്പനിയാണ് കേട്ടോ. സിസ്റ്റർ ചേച്ചി കുറേ നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു. അപ്പം അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, പിന്നെ അവരെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ അവരുടെ ഉമ്മയാണെങ്കിലും ഭയങ്കര നല്ലൊരു ഉമ്മ കേട്ടോ. ഭയങ്കര കോപ്പറേറ്റീവാണ്. അവർക്കൊരു പ്രത്യേകിച്ച് ഫെമിനയ്ക്കാണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. പിന്നെ അധികം ഞാൻ താത്തനോടും കൂടെ ചോദിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. കാരണം ആൾക്ക് അങ്ങനെ മേക്കപ്പിനെ പറ്റി ഇന്ന പോലെ വേണം അങ്ങനെയൊന്നുമില്ല. ആകെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചായ മാറ്റരുതെന്നാണ്. അതായത് ഫെമിനൻ്റെ അതേപോലെ തന്നെ മതി, അങ്ങനെ കളർ കൂട്ടാനോ അല്ലെങ്കിൽ എക്സ്ട്രാ അങ്ങനെ ഒരു ഇതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഹെയർ ജസ്റ്റ് ക്രിംപ് ചെയ്ത് ഒന്ന് ഹെയർ എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ആൾ ചൂസ് ചെയ്ത പോലെ തന്നെയാണ് ഹെയർ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഓരോ ലെയർ എടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഹെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആൾ ലെഹങ്ക ആട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ സാരി അങ്ങനെയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോഴും ആൾക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുമായിരുന്നു അങ്ങോട്ട് എങ്ങനെ വേണം പുരികം, നല്ല കട്ടിയുള്ള പുരികം കേട്ടോ ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കട്ടിക്ക് തന്നെ മതി, അത്ര വീതി കൂട്ടണ്ട. പിന്നെ അതുപോലെ തന്നെ ഫേസിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചോദിക്കും, ഈ ഫൗണ്ടേഷൻ മതിയോ, ഈ ഒരു ഷെയ്ഡ് മതിയോ, പിന്നെ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഈ ഒരു കളറാണോ ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെമിനേൻ്റെ വർക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. കാരണം വർക്ക് കഴിഞ്ഞിട്ടും ഫെമിന എന്നെ വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല വർക്കാണ്, ഇഷ്ടപ്പെട്ടു, ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായാലും എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് മതി. കാരണം നമ്മളതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. വീഡിയോ, ഫോട്ടോ അതിനേക്കാൾ കൂടുതൽ അവരുടെ ബിഗ് ഡേ ആണ്. അപ്പോൾ അവർ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയെന്ന് നമുക്ക് കേൾക്കുമ്പം നമ്മൾ, കാരണം ഈ വെഡ്ഡിങ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ മേക്കപ്പിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരാളുടെ ഡ്രീം ഒരു ലുക്കായിരിക്കും. അവർ വിചാരിച്ച പോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ലല്ലോ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഞാൻ സക്സസ് ആയി എന്ന് പറയാം. എൻ്റെ തന്നെ കൈ കെട്ടിയിട്ട് റിംഗ് ലൈറ്റ് നിലത്ത് വീണിട്ടോ. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആകെ ടെൻഷനായി. കാരണം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുമ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റിങ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ള. കാരണം നമുക്ക് ബ്രൈഡിൻ്റെ ഫേസ് കറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിംഗ് ലൈറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ ഫേസ് എങ്ങനെയാണ്, അവർ റൂമിൻ്റെ ഉള്ളിലുള്ള പോലെയല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഒറിജിനാലിറ്റി തോന്നണം, നല്ല നാച്ചുറാലിറ്റി തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് വൃത്തിക്ക് മേക്കപ്പ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫോണിൻ്റെ ലൈറ്റും അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തെടുത്തത് ഫുള്ളും. എന്തായാലും ആൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വീഡിയോസിലും ഫോട്ടോസിലും ഒന്നുമല്ലല്ലോ, നമുക്ക് നമ്മളെ വർക്ക് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അവരെ ഫാമിലി എന്തു പറഞ്ഞു എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ അവരത് പറയുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് കൂടുതലും സന്തോഷം വരിക. കോഴിക്കോടേക്കില്ല വിഷ്ണുട്ടാ, എന്നാലും എൻ്റെ റിംഗ് ലൈറ്റ് എനിക്ക് പണി വന്നത് ആലോചിച്ചിട്ട് നല്ല മോനെ ചിരിക്കി. എൻ്റെ റിംഗ് ലൈറ്റ് വിടക്കായി, അമ്മേൻ്റെ റിംഗ് ലൈറ്റ് വിടക്കായി. വാവാ, അമ്മയ്ക്ക് വീഡിയോ ഒന്നും കിട്ടിയില്ല. എന്തിനാ വന്ന ഇവിടേക്ക്? ലൈമ സോഡാ സർബത്ത് ചോദിച്ചിട്ട് കിട്ടിയോ? എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ വെയിലത്ത് പോകണ്ട നമ്മള്? ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം ഉരുളക്ക് ഉപ്പേരിയാണല്ലോ. എന്താണ് വാവാ? കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ആ കുട്ടിക്ക് ഇഷ്ടമായി.
പക്ഷെ ഇടയ്ക്ക് റിംഗ് ലൈറ്റ് പണി തന്നതിനോണ്ട് റിംഗ് ലൈറ്റ് വടക്കായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടീൻ്റെ ഔട്ട്പുട്ട് ഫൈനൽ ഔട്ട്പുട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അപ്പം എൻ്റെ റിംഗ് ലൈറ്റ് വടക്കായതുകൊണ്ട് എനിക്ക് ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് എടുക്കാൻ പറ്റിയില്ല. ബിഫോറും ആഫ്റ്ററും എടുക്കാൻ പറ്റിയില്ല. നല്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ആ കുട്ടി എനിക്ക് അയച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വർക്കൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ പൊറോട്ടയൊക്കെയാണല്ലോ കഴിച്ചു പോയത്. അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനായിട്ട് തോന്നിയില്ല. വിശപ്പൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കടയിൽ കയറിയിട്ട് ലൈം കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ചെറിയ ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ കുട്ടി കുട്ടി വീഡിയോസ്, ട്രാവലിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ മേക്കപ്പ്, ഞാൻ വർക്കിന് പോകുമ്പോഴുള്ള വ്ളോഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാനുള്ളൊരു എനർജി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ലവ് യു, ടേക്ക് കെയർ, ബൈ.